സ്വർണ്ണവിലയിൽ കുതിച്ചുകയറ്റം, കേരളത്തിൽ ഒറ്റയടിക്ക് വൻ വർധന, ഇടപെട്ട് രൂപ, ഡോളറിന്റെ വീഴ്ച തിരിച്ചടി. ഒരാഴ്ച നീണ്ട ഇടിവിന്റെ ട്രെൻഡിന് സഡൻ ബ്രേക്കിട്ട് സ്വർണ്ണവിലയിൽ വൻ തിരിച്ചുകയറ്റം. കേരളത്തിൽ ഗ്രാമിന് ഇന്ന് 105 രൂപയുടെ ഒറ്റക്കുതിപ്പുമായി വില വീണ്ടും 9,000 രൂപയ്ക്ക് മുകളിലെത്തി. 9,020 രൂപയിലാണ് വ്യാപാരം. പവൻ വില 840 രൂപ ഉയർന്ന് 72,160 രൂപ. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഗ്രാമിന് 405 രൂപയും പവന് 3,240 രൂപയും ഇടിഞ്ഞശേഷമാണ് ഇന്ന് വീണ്ടും കുതിച്ചുകയറിയത്. റോക്കറ്റും ഇവയും വേണ്ട. മസ്ക് കടപൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചുപോകേണ്ടിവരുമെന്ന് ട്രംപ്. തർക്കം അതിരൂക്ഷം. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി. ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ AKGSMA നിർണയപ്രകാരം ഇന്ന് 18 കാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 7,440 രൂപയായി. വെള്ളി വില ഗ്രാമിന് 118 രൂപയിൽ മാറ്റമില്ലാതെ നിൽക്കുന്നു. എസ്. അബ്ദുൽ നാസർ വിഭാഗം AKGSMA ഇന്ന് 18 കാരറ്റിന് നൽകിയ വില ഗ്രാമിന് 85 രൂപ ഉയർത്തി 7,400 രൂപ. വെള്ളിക്ക് വില മാറിയില്ല, ഗ്രാമിന് 115 രൂപ. ഡോളറിന്റെ വീഴ്ച, സ്വർണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. യൂറോ, yen, പൗണ്ട് തുടങ്ങി ലോകത്തെ 6 പ്രധാന കറൻസികൾക്കെതിരായ ഡോളറിന്റെ US ഡോളർ ഇൻഡെക്സ് വീഴ്ചയാണ് സ്വർണത്തിന് തിരിച്ചുകയറാനുള്ള പ്രധാന ഊർജ്ജം. US ഡോളർ ഇൻഡെക്സ് ജനുവരിയിലെ 110 നിലവാരത്തിൽ നിന്ന് ഇപ്പോൾ കൂപ്പുകുത്തി നിൽക്കുന്നത് 96 നിലവാരത്തിൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ, യുഎസിൽ അടിസ്ഥാന പലിശനിരക്ക് പ്രതീക്ഷിച്ചതിലും നേരത്തെ കുറയാനുള്ള സാധ്യത, വ്യാപാരക്കരാർ എന്നിവയാണ് ഡോളറിന് തിരിച്ചടിയാകുന്നത്. രാജ്യാന്തര സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഡോളറിലാണ്. അതുകൊണ്ട് ഡോളർ തളരുമ്പോൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്വർണം വാങ്ങാനാകും. ഇതോടെ ഡിമാൻഡ് കൂടും. ഇതാണ് വിലയെ മുന്നോട്ട് നയിക്കുന്നതും. റിസർവ് ബാങ്ക് ഉൾപ്പെടെ ലോകത്തെ പ്രധാന കേന്ദ്ര ബാങ്കുകൾ കരുതൽ സ്വർണ്ണശേഖരം ഉയർത്തുന്ന നടപടിയും സ്വർണത്തിന് നേട്ടമാണ്. ഇന്നലെ ഔൺസിന് $3,293 നിലവാരത്തിലായിരുന്ന രാജ്യാന്തര സ്വർണ്ണവില ഇന്ന് $3,322.88 വരെ ഉയർന്നു. ഇത് കേരളത്തിലും വില കുതിക്കാനിടയാക്കി. ഡോളറിനെ തകർത്ത് ട്രംപിന്റെ ബൂമറാങ്, കുതിച്ചുകയറി സ്വർണ്ണവില, താരിഫ് ഭീഷണിയുമായി വീണ്ടും US ഓഹരികളിൽ ആശങ്ക. കേരളവും രൂപയും. രാജ്യാന്തര സ്വർണ്ണവില, സ്വർണത്തിന്റെ മുംബൈ വിപണി വില, ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകൾ ഈടാക്കുന്ന വില, ബാങ്ക് റേറ്റ്, ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഓരോ ദിവസവും രാവിലെ സ്വർണ്ണവില നിർണ്ണയം. ഇന്ന് കേരളത്തിലെ വില നിശ്ചയിക്കുമ്പോൾ രാജ്യാന്തര വില കുതിച്ചുകയറിയ നിലയിലായിരുന്നു. മുംബൈ വില ഗ്രാമിന് 116 രൂപ കൂടി 9,922 രൂപയിലെത്തി. ബാങ്ക് റേറ്റ് ഉയർന്നത് 109 രൂപ വർദ്ധിച്ച് 9,946 രൂപയിലേക്ക്. അതേസമയം ഡോളറിന്റെ തളർച്ച നേട്ടമാക്കി 5 രൂപ പൈസ മുന്നേറി 85.61 വ്യാപാരം തുടങ്ങി. രൂപ മുന്നേറിയില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ സ്വർണ്ണവില ഇന്നു ഇതിലുമധികം കൂടുമായിരുന്നു. പണിക്കൂലിയും ചേർത്തുള്ള വില. സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ 3% GST, 53 രൂപ 10 പൈസ ഹോൾമാർക്ക് ഫീസ്, 45 രൂപ പ്ലസ് 1.8% GST, പണിക്കൂലി 3-35% എന്നിവയും ബാധകമാണ്. 5% പണിക്കൂലി കണക്കാക്കിയാൽ തന്നെ ഇന്നു കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ 78,096 രൂപ കൊടുക്കണം. 1 ഗ്രാം സ്വർണ്ണാഭരണത്തിന് 9,762 രൂപയും. ഇന്നലെ പവന്റെ വാങ്ങൽ വില 77,187 രൂപയായിരുന്നു. ഗ്രാമിന് 9,648 രൂപയും. ഡിസ്ക്ലെയിമർ: ഈ ലേഖനം ഓഹരി, കടപ്പത്രം, മ്യൂച്വൽ ഫണ്ട്, ക്രിപ്റ്റോകറൻസി, സ്വർണം മുതലായവ വാങ്ങാനോ വിൽക്കാനോ ഉള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി, കടപ്പത്രം, മ്യൂച്വൽ ഫണ്ട് മുതലായ നിക്ഷേപങ്ങൾ വിപണിയിലെ റിസ്കുകൾക്ക് വിധേയമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം പഠനങ്ങൾ നടത്തുകയോ ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുകയോ ചെയ്യുക.